നവീൻ ബാബു മരിച്ചിട്ട് ഇന്ന് 30 ദിവസമായി. കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് നവീൻ ബാബു എന്ന ADM കണ്ണൂർ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടു. അതിൻ്റെ സംഭവവികാസങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ അതിൻ്റെ അന്വേഷണം നടത്തുന്നത് ലോക്കൽ സർക്കിൾ ഇൻസ്പെക്ടറാണ്, അല്ലെങ്കിൽ SHO ആണ്. അദ്ദേഹത്തിനെ സഹായിക്കാൻ ഒരു ടീം ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇന്നലെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ SHO നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി ഭാര്യയുടെ മഞ്ജുഷയുടെ തഹസീൽദാരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നവീൻ ബാബുവിൻ്റെ ബ്രദർ അഡ്വക്കേറ്റ് പ്രവീണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. അദ്ദേഹം മടങ്ങിപ്പോയി. ഈ അന്വേഷണം സൂയിസൈഡാണ് എന്ന രീതിയിലാണ് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വീട്ടുകാരും പൊതുവേ അതിൻ്റെ സാഹചര്യം നോക്കിക്കഴിയുമ്പം അതൊരു സൂയിസൈഡല്ല, അതൊരു ഹോമിസൈഡ് തന്നെയാണ് എന്നാണ് ഭൂരിപക്ഷം കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അതിൻ്റെ അന്വേഷണത്തിൽ വ്യക്തതയില്ല. കാരണം സൂയിസൈഡാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് 306 ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പോഴത്തെ 108 BNS പ്രകാരം ആണ് അന്വേഷണം പൂർത്തിയാക്കേണ്ടത്. അതേസമയത്ത് അദ്ദേഹത്തിന് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. പോലീസ് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ് അദ്ദേഹം പൂട്ടി 14-ാം തീയതി ട്രെയിൻ കയറാനായിട്ട് ക്വാർട്ടേഴ്സിൽ നിന്ന് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിലെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൻ്റെ താക്കോൽ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സ് ഒരു സാധനവും ആ വീട്ടിലില്ല. അദ്ദേഹത്തിൻ്റെ 2-3 ബാഗ് എടുത്ത് കാറിൽ കയറ്റി. അവിടെ ഇനി അത് യാതൊരു ബന്ധവുമില്ല. ഭാര്യയുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 5:15 ട്രെയിൻ എത്തും, അവിടെ വെച്ച് കാണാം, സ്വീകരിക്കാൻ മക്കളും ഭാര്യ അവിടെ ഉണ്ടാകണം. അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അതൊരു സൂയിസൈഡിൻ്റെ ലാഞ്ചന പോലും ആ സംസാരത്തിലും അവർക്ക് കൊടുത്ത മെസ്സേജിലും ഇല്ല. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിനെ അവഹേളിച്ച ആ ഫംഗ്ഷന് ശേഷം അദ്ദേഹം ക്വാർട്ടേഴ്സിൽ വന്നിരുന്നു. അപ്പോൾ ചെയ്യാമായിരുന്നു, അപ്പോൾ ചെയ്തില്ല. എന്താണ് അപ്പം ചെയ്യാത്ത? അതിനുള്ള സൗകര്യമുണ്ട്. രാത്രി 8:55 മാത്രമേ ട്രെയിനുള്ളൂ. ഉച്ചയ്ക്ക് ആണ് അദ്ദേഹത്തിൻ്റെ സെൻഡ് ഓഫ് കൊടുത്തത്. അദ്ദേഹത്തിന് സെൻഡ് ഓഫ് സമയത്ത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ദിവ്യ അദ്ദേഹത്തിനെ വേദനപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞു. അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണ് എന്നുള്ള ധ്വനി അതിനകത്തുണ്ട്. ആ വോയിസിനകത്ത് കൃത്യമായി അതെല്ലാം ഉണ്ട്. അത് ആസ്വദിക്കുന്ന ഒരു കളക്ടറെ നമ്മൾ കണ്ടു. അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് സ്ഥാപിക്കാൻ പിന്നീട് മരണത്തിന് ശേഷം ഒരു പരാതി വിജിലൻസിൽ കൊടുത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്തതായിട്ട് റെക്കോർഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം അവിടെ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് NOC ഒപ്പിട്ടിട്ടാണ് അദ്ദേഹം ചാർജ് വിട്ടതെന്ന് പറയുന്നു. അങ്ങനെയുള്ള അദ്ദേഹം സെൻഡ് ഓഫ് സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ചിരിച്ചുകൊണ്ടുള്ള മുഖമൊക്കെ നമ്മൾ ആദ്യം കണ്ടു. പിന്നീട് ഖിന്നനായി അദ്ദേഹത്തിൻ്റെ മുഖം മാറി. അദ്ദേഹത്തിനെ അവഹേളിക്കുന്ന അവരുടെ പ്രസംഗം കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ സെൻഡ് ഓഫ് സമയത്ത് അവർ കൊടുക്കാനുള്ള ഉപഹാരം വാങ്ങുന്നത് കാണാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോകുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ ആസ്വദിക്കുന്ന ഒരു കളക്ടറെ കണ്ടു. അദ്ദേഹം തടഞ്ഞില്ല, ഇദ്ദേഹത്തിനെ അവഹേളിച്ചപ്പം തടഞ്ഞില്ല. അതൊക്കെ നമ്മളെല്ലാവരും മനഃപ്പാടമാക്കി കഴിഞ്ഞതാണ്. ആരാണ് അദ്ദേഹം താമസിച്ച ആ മുറി രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ തുറന്നത്? പൂട്ടിപ്പോയ മുറി എങ്ങനെ തുറന്നു? ഇദ്ദേഹത്തിൻ്റെ കൈ താക്കോലുണ്ടോ? താക്കോലില്ലല്ലോ. സാധാരണ പൂട്ടി ഏൽപ്പിച്ച് ക്വാർട്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. 1, 2 താക്കോലോ 5 താക്കോലുണ്ടെങ്കിലും 5 താക്കോലും കൊടുത്തിട്ടേ പോവുള്ളൂ. അദ്ദേഹത്തിന് ആ സ്പെയർ കീറി വെക്കേണ്ട ആവശ്യമില്ല. അവിടെ വേറെ ആൾ വന്ന് താമസിക്കും. അപ്പോൾ അവിടെയൊക്കെ വളരെ അധികം ദുരൂഹമാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് തൂങ്ങാനുള്ള കയറ് കിട്ടിയെന്നുള്ള സംശയം.
ഇത് പോലീസ് അന്വേഷിച്ചിട്ട് ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ADMൻ്റെ സ്വഭാവം അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ചിന്തയനുസരിച്ച് ഒരു സൂയിസൈഡൽ നോട്ട്, കാരണം മക്കൾക്കും ഭാര്യയ്ക്കും അടുത്തും പറഞ്ഞിരിക്കും ഞാൻ ഉടനെ എത്തും എന്ന് പറഞ്ഞ ആൾ അതിന് വിപരീതമായ ജീവിതത്തിലൊരു ഏറ്റവും അന്ത്യമായ ഒരു അദ്ദേഹത്തിൻ്റെ ജീവൻ സ്വയം ഹനിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ സ്നേഹമുള്ള ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും തീർച്ചയായിട്ടും ഒരു കുറിപ്പ് എഴുതി വെക്കും. അത് അവിടെ കണ്ടില്ല. അത് ആരടിച്ചുകൊണ്ട് പോയെന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ അത് പോലീസ് കണ്ടെത്തിയേ പറ്റുള്ളൂ. ആരാണ് വാതിൽ തുറന്നതെന്ന് പോലീസ് കണ്ടെത്തിയേ ഒക്കുള്ളൂ. ഇതിനൊക്കെ ഒരു കൃത്യത വേണം. ഇതൊക്കെ അന്വേഷണത്തിലൊരു കണ്ടെത്തൽ വേണം. വളരെ നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. പക്ഷേ അതിലിട്ടൊന്നും പോലീസ് സഞ്ചരിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പം വീട്ടുകാർക്ക് കിട്ടിയെന്ന് പറയുന്നു. അറിയില്ല, അതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ 30 ദിവസം എത്തിയിരിക്കുന്നു. ഒരു 10-15 ദിവസം കൊണ്ട് ഇത് ക്ലോസ് ചെയ്യേണ്ടതില്ല. കാരണം 10 വർഷത്തെ ശിക്ഷയ്ക്കുള്ള 306 അല്ലെന്നുണ്ടെങ്കിൽ 108 BNS അനുസരിച്ചുള്ളൊരു കുറ്റം അവരുടെ പുറത്ത് ചാർത്തേണ്ടി വരും. അതിന് എവിഡൻസ് ഉണ്ട്. അതിന് മറ്റ് സാക്ഷികളൊന്നും വേണ്ട, ആ ഡിജിറ്റൽ എവിഡൻസ് മാത്രം മതി. മറ്റൊരു കാര്യം, ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ടോ? ഇദ്ദേഹത്തിനെ ഒരു കൈക്കൂലിക്കാരനായി താറടിച്ച് കാണിക്കേണ്ട ഒരു ശ്രമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത് കളക്ടറോടെ ചേർന്നാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അദ്ദേഹം ഈ ADMനെ, തൻ്റെ കീഴിലുള്ള ADMനെ അവഹേളിച്ചപ്പം അത് തടഞ്ഞില്ല. അതിന് അത് ആസ്വദിക്കുന്ന ഒരു കള്ളച്ചിരി ചിരിച്ചിരിക്കുന്ന നമ്മൾ കണ്ടു. മറ്റൊരു കാര്യം, പ്രശാന്ത് എന്നൊരാളും ഗംഗാധരൻ ഒരാളും ഇദ്ദേഹം കൈക്കൂലിക്കാരനെ സ്ഥാപിക്കാനുള്ള ചില കടലാസുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മുൻ ഡേറ്റിലനുസരിച്ച് കൊടുത്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതും അന്വേഷിക്കണം. ആ ഭാഗത്ത് ഒരു ക്ലാരിറ്റി ഇല്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് അതേപ്പറ്റി എന്ത് പറയുമെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ലാതെ ഇതൊരു സൂയിസൈഡാണ്, ഇവരെ മാത്രം അറസ്റ്റ് ചെയ്ത് ആണ് ലോക്കൽ പോലീസ് ഒതുക്കുന്നെങ്കിൽ അതിനോട് അംഗീകരിക്കാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും ഒരു CBI അന്വേഷണം അക്കാര്യത്തിൽ വേണ്ടി വരും. കാരണം ഹൈക്കോടതിയിലെ ആ മഞ്ജുഷയും അവരുടെ മക്കളും വീട്ടുകാരും ഒക്കെ പോകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇത് ഒരു സൂയിസൈഡ് ആണെങ്കിൽ സൂയിസൈഡ് നോട്ട് ഉണ്ടാകണം. അത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല. അത് പോലീസിന് കിട്ടിയിട്ടുണ്ടോ? പോലീസ് തന്നെയാണ് അവിടെ വന്ന് തുറന്ന് അത് ബ്രേക്ക് ചെയ്ത് അകത്ത് ആദ്യം കയറിയത്. പക്ഷേ ആദ്യം വന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലുള്ളവരാണ്. അവരറിയാതെ രഹസ്യമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ക്വാർട്ടേഴ്സുകാരൻ അറിയാതെ പോലീസ് എന്തിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ആ കയറിയ പോലീസ് ഉദ്യോഗസ്ഥനെ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമല്ല. ആണെന്നുണ്ടെങ്കിൽ അത് കേസ് ഡയറി കാണണം. ആ കേസ് ഡയറിയിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കയറിയ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിയാക്കേണ്ടി വരും. തെളിവ് നശിപ്പിച്ചതിന് പ്രതിയാക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം രംഗം മാറും. അതുകൊണ്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒരു വെറ്ററൻ DYSPയോ SPയോ അന്വേഷിക്കുന്നതാണ് ഉചിതം. അത് നടക്കുന്നില്ലെങ്കിൽ ഈ SHOയുടെ കൈകൾ കൊണ്ട് മാത്രമാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല എങ്കിൽ ഇതിനകത്ത് വേറൊരു അന്വേഷണ ഏജൻസി വരുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു.